ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മുടെ ഡാർക്ക് സർക്കിൾസിനെ വെറും ഒരാഴ്ച കൊണ്ട് നമുക്ക് കുറയ്ക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച യൂസ് ചെയ്യണം. ഒരാഴ്ച യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇടവിട്ട് വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഒരാഴ്ച. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഡാർക്ക് സർക്കിൾസ് ഒരുപാട് റീസൺസ് കൊണ്ട് വരും. നമ്മുടെ ഉറക്കക്കുറവുണ്ട്, പിന്നെ നമ്മുടെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് ഡാർക്ക് സർക്കിൾസ് വരാറുണ്ട് ചിലർക്ക്. പിന്നെ നമ്മൾ ഒരുപാട് നേരം ഫോണിൽ നോക്കിക്കൊണ്ടിരുന്ന ഡാർക്ക് സർക്കിൾസ് എന്തായാലും വരുന്നതായിരിക്കും ഉറക്കമില്ലാതെ. അപ്പം നിങ്ങൾ സ്ക്രീൻ ടൈമും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ നോക്കുക ഡാർക്ക് സർക്കിൾസ് ഉള്ളവർ. പിന്നെ ഈ ഒരു ഹോം റെമഡിയും കൂടെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് അധികം വൈകാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് കസ്തൂരി മഞ്ഞളാണ്. അപ്പൊ നമ്മൾ കറിക്കിടുന്ന മഞ്ഞൾപ്പൊടി ഒരിക്കലും എടുക്കരുത്. നമ്മൾ കസ്തൂരി മഞ്ഞൾ എടുത്താൽ മാത്രമേ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. നിങ്ങൾ ഒരിക്കലും കറിക്കിടുന്ന മഞ്ഞൾപ്പൊടി നിങ്ങൾ മുഖത്തിടാൻ ഒരു പാക്കിന് നിങ്ങൾ എടുക്കുള്ളൂ. കസ്തൂരി മഞ്ഞൾ മാത്രമേ എടുക്കാമുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ്. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ അലവേറയുടെ ജെല്ലാണ്. അപ്പം അലവേറയുടെ ജെല്ല് എടുക്കുമ്പോൾ നിങ്ങൾ ഈ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിൽ ജെല്ല് മാത്രമേ എടുക്കാമുള്ളൂ. ഈ തൊലിയോടിട്ട് നിങ്ങൾ അടിക്കരുത്, ജെല്ല് മാത്രം നമുക്ക് മതി. പിന്നെ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോഫി പൗഡറാണ്. ഞാൻ ഇവിടെ ബ്രൂവിന്റെ കോഫിയാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഫി പൗഡർ നമുക്ക് എടുക്കാവുന്നതാണ്, ഏത് കമ്പനിയുടെ വേണമെങ്കിലും. അപ്പം ഈ ഒരു മൂന്നേ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് ഇത് മിക്സ് ചെയ്തെന്ന് ഞാൻ കാണിക്കാം. അപ്പൊ നമ്മൾ കോഫി എടുക്കുമ്പോൾ നമ്മുടെ രണ്ട് കണ്ണിന് വേണ്ടുന്നത്ര കോഫി എടുത്താൽ മതി. അധികത്തിലൊന്നും നമ്മൾ കോഫി എടുക്കണം. നമ്മുടെ രണ്ട് കണ്ണിന് എത്രത്തോളം കോഫി വേണം അത്രയും കോഫി മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പം കുറച്ച് മാത്രം നമുക്ക് കോഫി ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ കോഫി എടുത്തിട്ടുള്ളൂ, ഇത് മാത്രം നമുക്ക് മതി. അപ്പൊ നമുക്കിനി മഞ്ഞപ്പൊടി ഇടാം. കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ മഞ്ഞപ്പൊടി എടുത്തിട്ടുള്ളൂ, കുറച്ച് മാത്രം. അപ്പൊ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇവിടെ അലവേറയുടെ ജെല്ലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് കൂടെ മിക്സ് ചെയ്യണം. നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ ഇവിടെ റോസ് വാട്ടർ ഇല്ല, അതുകൊണ്ട് ഞാൻ വെറും വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഇതിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങളുടെ വീട്ടിൽ അണ്ടർ ഐ പാച്ചസ് ഉണ്ടെങ്കിൽ അതിനകത്തോട്ട് ടിപ്പ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കുന്നതാണ്. എൻ്റെ വീട്ടിൽ അണ്ടർ ഐ പാച്ചസ് ഇല്ല, അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് മാത്രം ഇങ്ങനെ ഇടുകയാണ്. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പൊ ഞാനിവിടെ രണ്ട് കണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. 15 മിനിറ്റ് ആയിട്ടുണ്ട്. എൻ്റെ ഈ പാക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കഴുകുന്നതിന് മുമ്പായിട്ട് 1 മിനിറ്റ് നമ്മൾ ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കഴുകി കളയാമുള്ളൂ. അപ്പൊ നമ്മൾ മസാജ് ചെയ്യുമ്പം നമ്മുടെ ഈ ഒരു പാക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുമായിരിക്കും. അപ്പൊ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അതിന് മുമ്പായിട്ട് ചെറുതായിട്ട് നമ്മുടെ കൈ ഒന്ന് നനയ്ക്കണം, എന്നിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ എൻ്റെ കൈ ചെറുതായിട്ടൊന്ന് നനച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം 1 മിനിറ്റ്. മുഖം കഴുകി വന്നിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഹോം റെമഡി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഡാർക്ക് സർക്കിൾസ് ഉള്ളവർ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഒറ്റ സ്ട്രെച്ചിൽ 7 ദിവസം യൂസ് ചെയ്യാതെ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ട് വേണം നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഡാർക്ക് സർക്കിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഉറങ്ങുക, നിങ്ങളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക, അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരാതിരിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ടാറ്റാ, ബൈ ബൈ.